പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഇന്ന് പകലിൽ അടുത്ത് വരാം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു തിരുവചന വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 43 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു. ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ! എന്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഇവിടെ വായിക്കുന്നത്. ഇസ്രായേൽ ജനത്തോടനുബന്ധിച്ച്, യാക്കോബിനോടനുബന്ധിച്ച് ഈ വേദവാക്യത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ എന്ത് വാഗ്ദത്തമാണ്, എന്ത് അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണ് ഇന്ന് പകലിൽ ദൈവമക്കളോട് അറിയിക്കുന്നത്. നാം ഭയപ്പെടേണ്ട. ഏത് പ്രതിസന്ധിയിലൂടെ, ഏത് പ്രതികൂലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് പറയാനുള്ള ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. എന്താ കാരണമെന്നറിയുമോ? ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, നാം ആയിരിക്കുന്ന പ്രതികൂലത്തിൽ നിന്ന് നമ്മെ അടുത്ത് വന്ന് വീണ്ടെടുക്കുന്ന ഒരു സർവശക്തനായ കർത്താവ് ദൈവം നമ്മോടുകൂടെയുണ്ട്. അത് മാത്രമല്ല, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേർ ചൊല്ലി വിളിക്കുന്ന, നമ്മെ അറിയാവുന്ന, ഈ ലോകത്ത് ഒരു പക്ഷേ നമ്മെ നമ്മുടെ നാട്ടുകാർക്ക് അറിയാമായിരിക്കാം, നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർക്ക് നമ്മളെ അറിയാത്തതുപോലെ നടിച്ചേക്കാം. നമ്മളെ കണ്ടിട്ടും ആളുകൾ നമ്മളെ കാണാതെ പോയതുപോലെ നമ്മെ മാറ്റി നിർത്തിയേക്കാം. പക്ഷേ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവിൽ പറയട്ടെ, നമ്മെ അറിയുന്ന, നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു സർവശക്തനായ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നു, യാക്കോബിനോട് പറയണം, നിന്നെ സൃഷ്ടിച്ചവനും. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ച ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, പിണ്ണാകാരമാകുന്നതിന് മുമ്പ്, ലോക സ്ഥാപനത്തിനു മുമ്പ് നമ്മെ അറിഞ്ഞ, നിർമ്മിച്ച ഒരു കർത്താവാണ്. ആ കർത്താവ് പറയും, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. നാം എവിടെ ആയിരുന്നാലും, എവിടെ മറഞ്ഞിരുന്നാലും ദൈവം നമ്മെ അറിയുന്ന ദൈവം, ദൈവം നമ്മെ നിർമ്മിച്ച ദൈവമാണെങ്കിൽ ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കും. നാം എവിടെ മറഞ്ഞിരുന്നാലും, സക്കായി കാട്ടത്തിമേൽ മറഞ്ഞിരുന്ന സക്കായിയുടെ ആ കാട്ടത്തിയുടെ അടുത്തെത്തിയപ്പോൾ, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവനായിരുന്ന അവസ്ഥയെ അവനെ മാറ്റി അവൻ്റെ ഭവനത്തിൽ വന്ന് അവനോട് സംസാരിച്ച്, ആളുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അവനെതിരെ വട്ടമിടുന്ന എല്ലാ പ്രതിസന്ധികൂലങ്ങളുടെ മാറ്റിവെച്ചുകൊണ്ട് അവനെടുത്ത് അവൻ്റെ അടുക്കൽ കടന്നു വന്ന് അവരോട് സംസാരിച്ച് അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ട് അവനെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ വീടിന് രക്ഷ വന്നു. ഇവനും അബ്രഹാമിൻ്റെ മകനായാൽ ദൈവ മകൻ്റെ പദ്ധതിയിലേക്ക് മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഇവിടെ വായിക്കുന്നത് യാക്കോബിനോടാണ്. യാക്കോബിനെ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അവൻ പോകുമ്പോൾ അവൻ്റെ മുമ്പിൽ എല്ലാ വഴികളും അടയപ്പെട്ടെങ്കിലും, ലൂസിൽ വന്ന് അവൻ എത്തിച്ചേർന്നെങ്കിലും, അവൻ രാത്രിയായപ്പോൾ വാതിലുകൾ മൊത്തം, നഗരത്തിൻ്റെ വാതിലുകൾ മൊത്തം അവന് വേണ്ടി അടഞ്ഞെങ്കിലും, അവന് വേണ്ടി തുറക്കാൻ ആരുമില്ലെങ്കിലും, ബെഡില്ലാത്തവനായി കല്ലെടുത്ത് തലയണയായി വെച്ച് ലൂസിൽ കിടന്നുറങ്ങുമ്പോൾ അവനായിരിക്കുന്ന മണ്ഡലത്തിലേക്ക് സ്വർഗം തുറന്ന് ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ വേണ്ടി അത്ഭുതം കൊടുത്ത്, വിടുതൽ കൊടുത്ത്, വെളിപ്പാട് കൊടുത്ത്, അവനായിരുന്ന മണ്ഡലത്തെ മാറ്റി അതിനെ ബദലാക്കി മാറ്റുവാൻ, ദൈവ സാന്നിധ്യമുള്ള പദ്ധതിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകലിൽ ഇത് കേൾക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയാനുള്ള ദൂത്, നാം ആയിരിക്കുന്ന സാഹചര്യമല്ല നമുക്ക് വിഷയം. ദൈവം എന്താണോ നമ്മളോട് പറയുന്നത്, ദൈവം ഇന്ന് പകലിൽ പറയുന്നത്, നിന്നെ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്നെ അറിയുന്ന ദൈവം. നാം ഏത് സാഹചര്യത്തിലായാലും നമ്മെ അറിയുന്ന കർത്താവ് ഇന്ന് പകലിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യാക്കോബ് അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച അനുഗ്രഹവുമായി കടന്നു വരുമ്പോൾ, യാബോക്ക് എന്ന കടവിൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ എല്ലാം മാറ്റി യാബോക്ക് കിടത്തിക്കഴിഞ്ഞപ്പോൾ ദൂതനുമായി തൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു പ്രാർത്ഥന പോലെ ഒരു മല്ലുപിടുത്തമുണ്ടായപ്പോൾ, ദൂതനോട്
ദൂതൻ ചോദിക്കുകയാണ് യാക്കോബിനോട്, യാക്കോബേ, ഹല്ലേലൂയ, നിന്റെ പേരെന്താണ്? ഹല്ലേലൂയ. ഉബായി എന്നുള്ള പേര് മാറ്റി അവനെ ഇസ്രായേലേക്കായി മാറ്റുവാൻ, ധൈര്യം കൊടുക്കുവാൻ അവനോട് സംസാരിക്കുന്ന ഒരു കർത്താവാണ്. ഇന്നും പകലിൽ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന, ആർക്കും കടന്നു വരാൻ കഴിയാത്ത, ആർക്കും നമ്മെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്ത, ആർക്കും നമ്മളോട് സംസാരിക്കാൻ കഴിയാത്തിടത്ത് പ്രാർത്ഥനയിൽ, നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു സർവശക്തനായ കർത്താവുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ നന്ദി പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത്, നീ ഭയപ്പെടേണ്ട. ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സംഭവം നമ്മെ ഭയപ്പെടുത്തുന്നതായിരിക്കാം. നമ്മെ മുമ്പിൽ നിൽക്കുന്ന വേദനകൾ നമ്മളെ ഭയപ്പെടുത്തുന്നതായിരിക്കാം. ഭാവിയെ ഓർത്തുള്ളത് ഭയപ്പെടുന്നതായിരിക്കാം. ആ, സാമ്പത്തിക ഭദ്രതകളെ മുമ്പിലുള്ള നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, കടഭാരങ്ങൾ ഓർത്ത് നാം ഭയപ്പെടുന്നതായിരിക്കാം. കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഓർത്ത് നാം ഭയപ്പെടുന്നതായിരിക്കാം. നമ്മുടെ സാഹചര്യങ്ങൾ, നാം ബന്ധനത്തിലായിരിക്കുന്നു, നാം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിച്ച് നാം ഭയപ്പെടുന്നതായിരിക്കാം. കർത്താവ് പറയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുക്കുന്ന ദൈവമാണ്. പിശാചിൻ്റെ ബന്ധനത്തിലായി എന്ന് വിചാരിച്ചും ഒരു നന്മയില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് നാം ബന്ധനത്തിലായിരിക്കുന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കാം. കർത്താവ് പറഞ്ഞ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഏതെല്ലാം അവസ്ഥയിലൂടെ പോകുകയാലും ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ പിശാചിന്, ഹല്ലേലൂയ, പറഞ്ഞ പിശാചിൻ്റെ ആധിപത്യത്തെ മാറ്റി നിന്നെ അവിടുന്ന് വീണ്ടെടുക്കുന്നൊരു കർത്താവാണ്. നാശകരമായ കുഴിയിൽ നിന്നും, കുഴിഞ്ഞ ചേറ്റിൽ നിന്നും നിന്നെ കയറ്റി ക്രിസ്തുവെന്ന പാറമേൽ നിർത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. ഇവിടെ നാം വായിച്ചതുപോലെ ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിന്റെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അടുത്ത വാക്യത്തിൽ, യെശയ്യാപ്രവചന പുസ്തകം 42-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഈ വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. വെള്ളത്തിലൂടെ നടക്കുമ്പോൾ നീ നിലയില്ലാത്ത, ചവിട്ടിയിട്ട് ഒരു സ്റ്റെപ്പ് നിനക്ക് വെക്കാൻ കഴിയാത്ത മേഖലകളിൽ ലോകത്തിൽ ആരും നിന്നോട് കൂടെ ഉണ്ടാകത്തില്ല. നിനക്ക് സ്ഥിരതയുണ്ടെങ്കിൽ, നീ പെർമനൻ്റ് ആണെങ്കിൽ, നീ നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് ഇൻകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് പ്രയോജനകരമുണ്ടെങ്കിൽ, നിന്നെ ചുറ്റി പറ്റി നിൽക്കുന്നവർക്കും പ്രയോജനകരമുണ്ടെങ്കിൽ ആളുകളെല്ലാം നിൻ്റെ കൂടെ കണ്ടേക്കാം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വെള്ളത്തിലൂടെ കടക്കപ്പെടേണ്ടി വന്നാലും, നിനക്ക് ചവിട്ടുവാൻ ഭൂമിയിൽ ഒരു നിരയില്ലാത്ത സാഹചര്യം നിന്റെ ജീവിതത്തിൽ വന്നാലും, ലോകത്തിൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്റെ കൂടെ കടന്നു വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് സർവശക്തനായ ദൈവം. ആൽഫയും ഒമേഗയും, ആദിയും അന്തനും, ഇരുന്നവനും ഇരിക്കുന്നവനും, ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ കർത്താവ്, മാറത്ത് പൊൻകൊച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശമായ കാലുകളുള്ളവൻ, ഹിമം പോലെ വെള്ളമുടിയുള്ളവൻ, പെരുവെള്ളത്തിനുള്ള ശബ്ദമുള്ളവൻ, ഇന്ന് പകലിലും ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥയെ അറിയുന്ന ഒരു കർത്താവ് ഇവിടെ പറയുകയാണ്, വെള്ളത്തിലൂടെ നീ കടക്കേണ്ടി വരും. വെള്ളത്തിലൂടെ, നിലയില്ലാത്ത അവസ്ഥ, വെള്ളത്തിലൂടെ നീ കടക്കേണ്ടി വന്നാലും നിന്നെ കൂടെയിരിക്കും, 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 കൂടെയിരിക്കും. നിന്റെ സാഹചര്യം അല്ല ദൈവത്തിന് വിഷയം, നിന്റെ അവസ്ഥയല്ല ദൈവത്തിന് വിഷയം. നിന്റെ ഏത് പ്രതിസന്ധിയെയും, നിന്റെ ഏതവസ്ഥയും നോർമലാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നീയാണ് ദൈവത്തിന് വിഷയം. നിന്നെ വിളിച്ചതാണ് ദൈവത്തിന് വിഷയം. നിന്നെ പേർ ചൊല്ലി വിളിച്ചതാണ്. നിന്നെ നിർമ്മിച്ച ദൈവമാണ്. നിന്നെ അറിയുന്ന ദൈവമാണ്. നിന്നെ മനസ്സിലാക്കുന്ന ദൈവമാണ്. നീ പോകുന്ന സാഹചര്യം മനസ്സിലാക്കുന്ന ദൈവമാണ്. പറയുന്നു, വെള്ളത്തിലൂടെ കടക്കുമ്പോൾ നിന്റെ കൂടെയിരിക്കും, കൂടെയിരിക്കും. നിന്നെ കൈവിടുന്ന ദൈവമല്ല, നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗം പറയുന്നു, അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ ചോദ്യമാണ്. തിരുവചനം അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല. തിരുവചനം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി, ഒരു നാളും അനാഥനായി, ഒരു നാളും അനാഥനായി, ഒരു നാളും പ്രതിസന്ധിയുള്ളവനായി, ഒരു നാളും പ്രതികൂലമുള്ളവനായി നിന്നെ കൈവിടുന്ന ഒരു കർത്താവല്ല സർവശക്തനായ ദൈവം. അതുകൊണ്ട് ഇവിടെ വായിക്കുകയാണ്, വെള്ളത്തിലൂടെ നീ കടക്കേണ്ടി വന്നാലും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നദിയിലുകളിൽ കൂടി കടക്കേണ്ടി വന്നാലും അവ നിന്റെ മീതെ കവിയുകയില്ല. തീയിലൂടെ നടന്നാലും വെന്തു പോകുകയില്ല. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയില്ല. വെള്ളത്തിൻ്റെ പ്രശ്നം നിന്നെ മുക്കിക്കളഞ്ഞേക്കാം. നീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന കൃപകളെ, നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തെ, നീ എന്ന് പറയുന്ന വ്യക്തിയെപ്പോലും നാളെ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പവറുള്ള ഒരു ശക്തിയാണ് വെള്ളം. പക്ഷേ ഇവിടെ ദൈവം പറയുകയാണ്, വെള്ളം നിന്റെ മേൽ വന്നാലും നിനക്കൊന്നും പറ്റാതെ
കേട് പറ്റാതെ നിന്നെ നിലനിർത്തുവാൻ വെള്ളത്തിൻ്റെ മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരം ദൈവം നിനക്ക് നൽകാൻ പോവുകയാണ്. രണ്ട്, വെള്ളത്തിൽ കൂടി നടന്നാലും, അടുത്തത് പറയും നദിയിലൂടി കിടക്കേണ്ടി വന്നാലും, നിന്നെ ഒഴുക്കിക്കളയുന്ന നദി ഒരിടത്ത് നിന്ന് ഒഴുകി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ്. അന്നേരം നിന്റെ ജീവിത മണ്ഡലത്തെ, നിന്റെ നിന്റെ ആരോഗ്യത്തെ, നിന്റെ നന്മകളെ, നിന്റെ ആത്മീയത്തെ പശ്ചാത്തലത്തെ ഒഴുക്കിക്കളയാൻ ശത്രു പദ്ധതി കിട്ടാലും, ഇവിടെ പറയുന്നു നിന്നെ ഒഴുക്കിക്കളയുന്ന ദൈവമല്ല. അത് ഇതിലൂടെ കടക്കുമ്പോൾ നിന്റെ മീതെ കവിയത്തില്ല. അടുത്ത് വായിക്കുന്നു, തീയിലൂടെ കടന്നാൽ ഓ നീ വെന്തു പോകത്തില്ല. തീക്ക് ബലമില്ലാഞ്ഞിട്ടല്ല, അതിനെ തീയുടെ ബലത്തെ കെടുത്തുവാൻ ശദ്രക്ക് മേശക്ക് അബേദിന് ഹോമിന്റെ കൂടെ നാലാമനായി തീച്ചൂളയുടെ അഗ്നി 7 മടങ്ങ് കൂട്ടിയെങ്കിലും അതിൻ്റെ നടുവിൽ ഒരു പോറൽ പോലും ഏക്കാതെ, തീയുടെ മണം പോലും അവരുടെ ജീവിതത്തിൽ ഏക്കാതെ. എന്താ കാരണം? അവർ പിടിച്ചിരുന്ന ദൈവത്തിൻ്റെ വിശ്വാസത്തെ അവർ ഉയർത്തിയപ്പോൾ അവർ പറഞ്ഞ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഈ നാമം വിട്ട് ഞങ്ങൾ പിന്മാറത്തില്ല എന്ന് അവർക്ക് ലഭിച്ച വെളിപ്പാടിന് അവർ നിന്നതുകൊണ്ട്, അവർക്ക് വേണ്ടി കാര്യത്തെ ക്രമീകരിക്കാൻ, തീയുടെ ബലത്തെ അത് ബലമില്ലാതാക്കി മാറ്റുവാൻ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് പറയുന്ന, തീയിലൂടെ നടന്നാലും വെള്ളത്തിലൂടെ നടന്നാലും, നദിയുടെ പ്രതിസന്ധിയായാലും വെള്ളത്തിൻ്റെ പ്രതിസന്ധിയായാലും, നിന്റെ കൂടെ വരുന്നൊരു കർത്താവ് വെന്ത് പോകാതെ, നിന്നെ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ച് കളയാതെ. ഓ ഹല്ലേലൂയ! ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാമോ? നാം നമ്മുടെ ജീവിത സാഹചര്യത്തിലൂടെ നമ്മളൊന്ന് ഓർത്ത് നോക്കി. നമ്മുടെ കർത്താവ് എത്ര അനുഗ്രഹിക്കപ്പെട്ട കർത്താവാണ്. പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവ്, നമ്മെ അറിയുന്ന കർത്താവ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെ, നമ്മുടെ പ്രതികൂലങ്ങളെയും, നമ്മുടെ സാമ്പത്തികത്തെ, നന്മകളെ തുടച്ചു മാറ്റുന്ന, എല്ലാ പ്രതികൂലത്തെയും മാറ്റുന്ന, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകലിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ ശബ്ദമാധുര്യം അല്ലെങ്കിൽ വചനം കേൾക്കുന്ന ശബ്ദ പരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന, ഈ മീഡിയ മാർഗം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മുടെ ഏത് പ്രതിസന്ധിയെയും പ്രതികൂലത്തെയും മാറ്റുന്ന ഒരു സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല രാവിലെ കാലത്തിനായി സ്തോത്രം, ഈ പ്രഭാതത്തിനായി സ്തോത്രം, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വിധത്തിനായി സ്തോത്രം, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവേ, നീ ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവാണ്. എവിടായിരുന്നാലും, ഏത് പ്രതിസന്ധിയിലായാലും പ്രതികൂലത്തിലായാലും, ഒന്നിനു പുറകെ ഒന്നായി നദിയുടെ, വെള്ളത്തിൻ്റെ, അഗ്നിയുടെ, തീയുടെ പ്രതിസന്ധികൾ നിന്റെ നേരെ കവിഞ്ഞു വന്നാലോ, നിന്നെ തീർത്ത് കളയാൻ പദ്ധതി ഒരുക്കിയാലോ, അതിൻ്റെ നടുവിൽ ജയം വരുത്തുന്ന, അത് നിന്നെ തൊടാതെ നടത്തുന്ന ഒരു കർത്താവുള്ളതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവം സംസാരിച്ചതിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന, ഈ മീഡിയ മാർഗം ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളുണ്ട് അതെല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റി വിടുതലാക്കി മാറ്റുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ ഓരോരുത്തർക്കും കർത്താവ് കൃപ നൽകട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു ഓൾ.